കഥ ഭർത്താവ് ഭാഗം 25. ഒരു നിമിഷം മാത്രമേ ശ്രീലേഖ സ്തബ്ധയായി ഇരുന്നുള്ളൂ. അടുത്ത ക്ഷണം അവൾ ധൃതിയിൽ നടന്നു വന്ന് ശ്യാംസുന്ദരന് മുൻപിൽ നിന്നു. അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അവളുടെ തലയ്ക്കുള്ളിൽ കിടന്ന് തേനീച്ചക്കൂട്ടം പോലെ ഇരമ്പിയാർക്കുകയാണ്. ശ്യാമേട്ടൻ അവിടെ നിന്ന് നിൽക്ക്. അവൾ അവന് മുന്നിൽ കയറി നിന്ന് അവന് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത വിധം കൈനീട്ടി വഴിവിലങ്ങി. മാറി നിൽക്കടി, അവൻ മുരണ്ടു. അവൻ തൻ്റെ കൈ പിടിച്ചു മാറ്റി പുറത്തേക്കിറങ്ങിപ്പോകുമെന്ന് തന്നെ ശ്രീലേഖയ്ക്ക് ഉറപ്പായിരുന്നു. ശ്യാമേട്ടാ, ഞാൻ ശ്യാമേട്ടനെ തടഞ്ഞു നിർത്തുകയല്ല. ദയവ് ചെയ്ത് ശ്യാമേട്ടൻ അവളെ തെറ്റിദ്ധരിക്കല്ലേ. ശ്യാമേട്ടൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടില്ലേ? ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ശ്യാമേട്ടനൊന്ന് കേട്ടിട്ട് വയ്ക്കോ. എനിക്ക് മനസ്സില്ലടി. ഞാൻ എൻ്റെ കണ്ണിന് നേർക്ക് കണ്ടതിനപ്പുറമൊന്നും പറയാൻ കാണില്ലല്ലോ നിനക്കും നിൻ്റെ അമ്മയ്ക്കും. നമ്മൾ കൺമുമ്പിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ ശ്യാമേട്ട. അവൾ അവൻ്റെ കയ്യും പിടിച്ച് വന്നതൊന്നുമല്ല. അവൾ ബുക്ക് സ്റ്റാളിലേക്ക് പോകാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശ്യാമേട്ടൻ ബൈക്ക് കൊണ്ടുവന്ന് അവളുടെ മുമ്പിൽ നിർത്തുകയായിരുന്നു. സുനിതയെ ബൈക്ക് തട്ടിയിടാതിരിക്കാനായി സജിത്ത് പിന്നിലേക്ക് വലിച്ചു മാറ്റിയതാണ്, അല്ലാതെ ശ്യാമേട്ടൻ കരുതും പോലെ. ശ്രീലേഖ പറയുന്നത് കേട്ടുനിന്ന ശേഷം ശ്യാംസുന്ദർ അവിടെ നിന്നുകൊണ്ട് തലചരിച്ച് സുനിതയെ നോക്കി. സുനിത ആരെയും ശ്രദ്ധിക്കാതെ നിലത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എനിക്കിപ്പോഴും അറിയാത്തത് മറ്റൊരു കാര്യമാണ്. നീ നായികക്ക് 40 വട്ടം സജിത്ത് സജിത്ത് എന്ന് പാടിപ്പുകയത്തുണ്ടല്ലോ. ഏത് നായിൻ്റെ മോനാടി ഈ സജിത്ത്? അവനും എൻ്റെ അനിയത്തിയും തമ്മിൽ എന്ത് ബന്ധമുണ്ടായിട്ടാടി അവനിങ്ങനെ സർവ്വനേരവും അവൾക്ക് അകമ്പടി സേവിക്കുന്നത്? സജിത്ത് അവൾക്കൊപ്പം ട്യൂഷൻ സെൻ്ററിൽ. എന്താടി നിർത്തിയത്? പറയടി ബാക്കി കൂടി. നീ എൻ്റെ തെറ്റിദ്ധാരണ നീക്കാൻ പിന്നാലെ വന്നതല്ലേ, അതുകൊണ്ട് അത് തീർത്തിട്ട് നിർത്തിയാൽ മതി. അവളുടെ ട്യൂഷൻ സെൻ്ററിലെ മാഷാണോ അവൻ? ആണോന്ന്? അല്ല. അല്ലെങ്കിൽ പിന്നെ ആരാ? പെട്ടെന്ന് പറഞ്ഞോണം. എനിക്കിവിടെ ഇങ്ങനെ നിന്ന് പെണ്ണുങ്ങളെ ക്രോസ് വിസ്താരം നടത്തുന്നത് ഒട്ടും ഇഷ്ടമുള്ള ഏർപ്പാടല്ല. RDO രവികൃഷ്ണ സാറിൻ്റെ മകനാണ്. ഞാൻ ചോദിച്ചത് ആ തെണ്ടിച്ചക്കൻ്റെ തന്തയുടെ ജോലിയല്ല. അവനും ഈ ഇരിക്കുന്ന എൻ്റെ അനിയത്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാ. എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ അവനിങ്ങനെ ഇവളെ ചുറ്റിപ്പറ്റി നടക്കൂടി. അവർ ഒരേ ട്യൂഷൻ സെൻ്ററിൽ ട്യൂഷന് വരുന്നവരാണ്. അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ്. സുനിതയ്ക്ക് അവനുമായി അല്ലാതെ എന്തെങ്കിലും ബന്ധത്തിൻ്റെ പുറത്തൊന്നുമല്ല ശ്യാമേട്ടൻ സജിത്തിനെ അവൾക്കൊപ്പം കണ്ടത്. ട്യൂഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ ബുക്ക് സ്റ്റാളിൽ പോകാനായി സജിത്ത് അവൾക്കൊപ്പം അവിടെ വരെ തുണ ചെന്നു. അതത്ര വലിയ മഹാ അപരാധമായി നമ്മളാരും കാണേണ്ട ആവശ്യമില്ല. ശരി, നിന്റെ അനിയത്തിക്ക് ബുക്ക് സ്റ്റാളിൽ പോകാൻ തുണ വരാൻ അവിടെ വേറെ കൂട്ടുകാരി കാലമില്ലായിരുന്നോ? അതോ നിന്റെ അനിയത്തിക്ക് പെൺകുട്ടികളോട് ഇഷ്ടക്കേടുള്ള ഇനമാണോ? എങ്ങോട്ടെങ്കിലും പോകാൻ അവൾക്ക് കൂട്ട് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിന് അവളുടെ കൂട്ടുകാരികളല്ലേ എടി കൂടെ കൂട്ടേണ്ടത്? ആ തെണ്ടി അവളുടെ കൂടെ പഠിക്കുന്നവൻ പോലുമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അവനെ കണ്ടാൽ തിരിച്ചറിയാമല്ലോടി. അവളേക്കാൾ മുതിർന്ന പയ്യൻ്റെ കൂട്ടും കൂടി നിന്റെ അനിയത്തി നടക്കുന്നത്. അത്രയും പറഞ്ഞിട്ട് നാക്ക് കടിച്ചും കൊണ്ട് ശ്യാംസുന്ദർ ശ്രീലേഖയെയും സുനിതയെയും മാറി മാറി നോക്കി. ഇനി എൻ്റെ മുമ്പിൽ വന്ന് വീഴരുത് രണ്ടും കൂടി എന്ന് നീ നിൻ്റെ അനിയത്തിയെ ഒന്ന് ഓർപ്പിച്ചേക്ക്. ഇനി ആ ചെറ്റ ഇവളുടെ പിന്നാലെ എങ്ങാനും മണത്ത് നടക്കുന്നത് ഞാൻ അറിഞ്ഞാൽ ജീവിക്കുന്നെങ്കിൽ മാനത്തോടെ ജീവിക്കാനേ ശ്യാമിന് അറിയത്തുള്ളൂടി. അവൻ കൈ ചൂണ്ടി ഒരു മുന്നറിയിപ്പിൻ്റെ മട്ടിൽ പറഞ്ഞ ശേഷം അവിടെ നിന്നിറങ്ങിപ്പോയി. അവന് പോകാനായി ശ്രീലേഖ വഴിയൊഴിഞ്ഞു കൊടുത്തു. അവൻ കൺമുൻപിൽ നിന്ന് മറഞ്ഞതോടെ ശ്രീലേഖ നടന്ന് അനിയത്തിയുടെ അടുത്തേക്ക് ചെന്നു.
സരോജിനിയമ്മയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ശ്രീകുട്ടനും ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്യാംസുന്ദർ പോയ വഴിയെ അവൻ്റെ ഭീതിതമായ നോട്ടം കണ്ട് സരോജിനിയമ്മ അവൻ്റെ ശിരസിൽ തഴുകി. എൻ്റെ കൊച്ച് പേടിച്ച് വിരണ്ടു പോയല്ലോ. ഇതെല്ലാം കണ്ടിട്ട് സാരമില്ല മോനെ, ശ്യാമിന് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടല്ലേ. ശ്രീകുട്ടൻ്റെ കൈകൾക്ക് ഒരു വിറയലുണ്ടെന്ന് സരോജിനിയമ്മയ്ക്ക് തോന്നി. നീ ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണോ പ്ലാൻ? സ്കൂൾ വിട്ട് വന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എണീറ്റ് വന്ന് ചായ കുടിച്ചിട്ട് പോയി കുളിക്കുമോളെ. ശ്രീലേഖ അവളുടെ സ്നേഹം കലർന്ന ശാസനാരൂപേണ പറഞ്ഞു. എനിക്ക് വേണ്ട. സുനിത നിഷേധാർത്ഥത്തിൽ മുഖം ചലിപ്പിച്ചു. നിനക്ക് വേറെ പണിയില്ല ലേഖ? ഓ, അവിടെ കാലിൽ പിടിക്കാൻ നടക്കുന്നു. വേണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെടി. വിശക്കുമ്പോൾ വന്ന് തന്നെത്താനെ എടുത്ത് കുടിക്കുകയോ തിന്നുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോളും. എല്ലാം വരുത്തി വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവളുടെ അഹങ്കാരം കണ്ടാൽ തോന്നും നമ്മൾ ഏതാണ്ട് തെറ്റ് ചെയ്തതിനാ ശ്യാം അവളെ വഴക്ക് പറഞ്ഞതെന്ന്. കയ്യിലിരിപ്പിന് കിട്ടിയതെന്നോ കൂട്ടിയാൽ മതി. സരോജിനി അമ്മയ്ക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദൈവത്തെ ഓർത്ത് അമ്മ ഒന്ന് മിണ്ടാതിരിക്കാവോ? ഒരാളങ്ങോട്ട് നിർത്തിപ്പോയതല്ലേ ഉള്ളൂ. അതിനിടയിൽ അമ്മ തുടങ്ങിക്കോണം കേട്ടോ. ശ്രീലേഖ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് സുനിതയെ അവിടെ നിന്ന് എണീപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അമ്മയൊന്നും തുടങ്ങുന്നില്ലേ? ഇനി എല്ലാവരുടെയും അമ്മയുടെ മൈക്കിട്ട് കയറാൻ നിന്നോ? അമ്മയോടെല്ലാം നിർത്താൻ പറയാൻ നിനക്ക് പറ്റൂ. കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ നടന്നത്. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തത് കൊണ്ട് എന്തും ആയിക്കളയുമെന്നുള്ള ഹുങ്ക്. അത് കളഞ്ഞേക്കാൻ പറയാം അനിയത്തിയോട്. ഇതുവരെ പോയത് പോലായിരിക്കില്ല ഇനി ഈ വീടിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. എല്ലാം നിയന്ത്രിക്കാൻ ആളൊരുത്തനുണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായാൽ കൊള്ളാം. ഇവിടെ ഇപ്പോൾ ആരാ അമ്മേ ചോദിക്കാനും പറയാനില്ലാത്തത് കൊണ്ട് എന്തും ആയിക്കളയാമെന്ന് ഭാവത്തിൽ നടന്നിട്ടുള്ളത്? സുനിതയെയാണോ അമ്മ ഉദ്ദേശിച്ചത്, അതോ എന്നെയോ? ഏതായാലും ഞങ്ങൾ രണ്ടിൽ ഒരാളല്ലാതെ ശ്രീകുട്ടനാകാനിടയില്ല. പ്രത്യേകിച്ച് ഇന്നയാളെന്നൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംസാരമുണ്ടാക്കാൻ കാരണക്കാർ ആരോ അവർ കേൾക്കാൻ പറഞ്ഞതാ. അത്രയും പറഞ്ഞ ശേഷം സരോജിനിയമ്മ ആ സംസാരം തുടരാൻ താല്പര്യമില്ലാത്ത മട്ടിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. ഞായറാഴ്ചയാണ്. രാവിലെ 10 മണിയായിട്ടുണ്ടാകും. ശ്യാംസുന്ദർ അന്ന് ജോലിയില്ലാത്തതിനാൽ രാവിലെ ടൗണിൽ പോയി 2 കിലോ ബീഫ് വാങ്ങിക്കൊണ്ട് വന്നത് കഴുകി വൃത്തിയാക്കുകയാണ് സരോജിനിയമ്മ. ശ്രീലേഖയാകട്ടെ അത് പാകം ചെയ്യാൻ വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയും മറ്റുമൊക്കെ അരിഞ്ഞു കൂട്ടുന്നു. അത് ശരിയാക്കി വെച്ചിട്ട് വേണം അവൾക്ക് കപ്പ വേവിക്കാനുള്ള പണി തുടങ്ങാൻ. സുനിതയും ശ്രീകുട്ടനും ട്യൂഷൻ കഴിഞ്ഞ് ഉച്ചയോടെ തിരിച്ചെത്തുകയുള്ളൂ. ശ്യാംസുന്ദർ ഒരു മൂളിപ്പാട്ടും പാടി ബൈക്കിൻ്റെ ചാവിയുമായി വരുന്നത് കണ്ടപ്പോൾ ശ്രീലേഖയ്ക്ക് തോന്നി ആൾ എവിടേക്കോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന്. ശ്യാമാട്ടൻ എങ്ങോട്ട് പോവാ? ഉച്ചയായില്ലേ? ജോലിയില്ലാത്ത ഇന്നെങ്കിലും വീട്ടിലിരിക്കരുതോ ശ്യാമേട്ടന്? ഇപ്പോൾ വന്നേക്കാടി. നിങ്ങളിതെല്ലാം ശരിയാക്കുമ്പോഴേക്കും ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാകും. പോരാ ശ്യാമേട്ടൻ അവിടെ നിൽക്ക്. എന്നിട്ട് ഈ കപ്പയൊക്കെ ഒന്ന് തോല് കളഞ്ഞ് തന്നേ. ടൗണിലേക്ക് പിന്നെ പോകാം. ഞാനോ? അതിനോടെ നിങ്ങളുടെ 2 പേരില്ലടി. എനിക്കാണെങ്കിൽ അതൊന്നും ശീലവുമില്ല. ശ്രീലേഖ അവൻ ടൗണിലേക്ക് പോകണ്ട എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ഇന്ന് ജോലിയില്ലാത്തതിനാൽ ടൗണിൽ വെച്ച് സുഹൃത്തുക്കളെ ആരെങ്കിലും കണ്ടാൽ അവർക്കൊപ്പം പോയി ശ്യാം മദ്യപിക്കാൻ ചാൻസ് ഏറെയാണ്. വീട്ടിൽ വരുമ്പോൾ താൻ ഒരു ബിയറാണ് കുടിച്ചതെന്ന് പറയുമെങ്കിലും അവനിൽ നിന്നും മദ്യഗന്ധം ഉയരുന്നത് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്യാംസുന്ദർ അവൾക്കരികിൽ നിന്നും പോകും മുമ്പേ പുറത്തിരുന്ന് ഇറച്ചി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സരോജിനിയമ്മ ജോലി തീർത്ത് അവിടേക്ക് വരികയുണ്ടായി. മോനെ എങ്ങോട്ട് പോവാ? ടൗണിലോട്ടാണോ?
അതെ, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അതോ വീട്ടു സാധനങ്ങൾ വല്ലതും തീർന്നു പോയോ? ഹേയ്, ഒന്നും വാങ്ങാനില്ല. എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ല. എന്നും ജോലിക്ക് പോകുമ്പോൾ സമയം കിട്ടത്തില്ലല്ലോ. ഇപ്പോഴല്ലേ പറ്റൂ. അത് മോൻ വിസക്ക് കൊടുത്തിട്ടുള്ള സ്ഥാപനത്തിൽ കയറി അതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചേക്കണേ. നമ്മളല്ലേ ആവശ്യക്കാർ. ഇടയ്ക്കിടെ ചെന്ന് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ അവർക്ക് അക്കാര്യത്തിൽ ഒരു ഉത്സാഹം കാണത്തില്ല. സരോജിനി അമ്മ വളരെ താഴ്മയോടെയാണ് അവനോട് സംസാരിച്ചത്. ഇക്കാര്യം പറയുന്നത് മരുമകന് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ പറയാതെ നിർവാഹമില്ലല്ലോ. 2 ദിവസം മുമ്പ് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയറി തിരക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാശ് ശരിയാക്കി വച്ചോളാൻ പറഞ്ഞിട്ടുണ്ടവർ. കാശോ? കാശെന്തിനാ ശ്യാമേട്ടാ? ശ്യാമേട്ടൻ പറഞ്ഞത് വിസയ്ക്ക് കാശൊന്നും കൊടുക്കേണ്ടി വരില്ലെന്നല്ലേ? ശ്രീലേഖ ചോദിച്ചു. വിസയ്ക്കല്ലടി, ഇതവരുടെ കമ്മീഷൻ കാശാ. നല്ല ജോലി ആയതുകൊണ്ട് കമ്മീഷൻ കൂടും. പിന്നെ ടിക്കറ്റിനുള്ളതും നമ്മൾ കരുതേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായോ എന്ന അർത്ഥത്തിൽ രണ്ടുപേരെയും നോക്കിയ ശേഷം ശ്യാംസുന്ദർ ഇറങ്ങിപ്പോയി. കാശെന്നൊക്കെ പറയുമ്പോൾ ഒരുപാടാകുമോ മോളെ? അവൻ്റെ കയ്യിൽ കാണുമോ എന്തോ? കയ്യിലില്ലെങ്കിൽ എന്തു ചെയ്യാം? അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരട്ടെ. ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടാക്കിയതെല്ലാം അവൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് പിടിച്ചു പറിച്ച് വെച്ചേക്കുമല്ലേ. അതിൽ നിന്ന് കുറച്ചെടുത്ത് മകൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കട്ടെ. അല്ലാതെ ഇവിടെ ആരുടെ കയ്യിലിരിക്കുന്നു കാശ്? നീ അവൻ്റെ അക്കൗണ്ട് ബുക്ക് കണ്ടിട്ടുണ്ടോ മോളെ? അപ്പോൾ കാശ് എന്തോരം മിച്ചമുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ. ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. നിന്നെപ്പോലെ കഴിവില്ലാത്ത ഒരെണ്ണം. എന്തൊരു അഭിമാനത്തോടെ ഇവൾ പറയുന്നത് ഭർത്താവിൻ്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് അവൾക്ക് അറിയത്തില്ലെന്ന്. മിടുക്കി. അമ്മയ്ക്ക് അതങ്ങോട്ട് നേരിട്ട് ചോദിക്കാൻ കഴിയായിരുന്നോ? അപ്പോൾ തന്നെ ശ്യാമേട്ടൻ സംശയം തീർത്ത് തരുമായിരുന്നല്ലോ. പിന്നീട് എന്നിട്ട് വേണം അവൻ കയ്യിൽ കിട്ടുന്നതെടുത്ത് എന്നെ എറിയാൻ. ഇത് തന്നെ നീ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. അമ്മ സ്ഥാനത്തും ആസ്ഥാനത്തും എല്ലാം കയറി ശ്യാമേട്ടനോട് വിസയുടെ കാര്യം അന്വേഷിക്കും. അതിന് മറ്റാൾക്കാർ ഇരിക്കുന്നെന്ന് പോലും വകവയ്ക്കാതെ പിന്നെങ്ങനെ ശ്യാമേട്ടന് ദേഷ്യം വരാതിരിക്കും? നീ വെറുതെ അവനെ വെള്ളപൂശാൻ നോക്കല്ലേ ലേഖേ. കല്യാണത്തിന് മുമ്പ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്യാം ഇപ്പോൾ കുവൈറ്റിൽ ചെന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ചു നാട്ടിലേക്ക് അയക്കേണ്ട സമയം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു കഴിയുകയും ചെയ്തു മരുമോൻ ഗൾഫുകാരനാണെന്ന്. ഇനി അവനെന്നെ നാണം കെടുത്തുമോ എന്നാ എൻ്റെ പേടി. എന്നിട്ടും അവൾ പറയുന്നത് കേട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് കൊണ്ടാ ശ്യാമിന് ദേഷ്യം വരുന്നതെന്ന്. അമ്മേ, അത് നിങ്ങൾ രണ്ടാളും നേർക്കുനേർ കാണുമ്പോഴല്ലേ ചോദിക്കേണ്ടതെന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. എന്നാൽ പിന്നെ അവൻ എങ്ങോട്ടും പോകേണ്ടെന്ന് വയ്ക്ക്. ഇവിടെ കിടന്ന് കാൽചക്രത്തിന് മണ്ണ് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കട്ടെ. എന്നിട്ട് പെണ്ണ് വീട്ടിൽ പെറ്റു കിടക്കുന്നവൻ എന്ന പേരും മേടിക്കട്ടെ. ദിവസം 4000 രൂപ വണ്ടി ഓടിച്ചുണ്ടാക്കുമെന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്ന അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞവനാ. എന്നിട്ടിപ്പോൾ എത്ര രൂപയ്ക്കാടി അവൻ മണ്ണിറക്കാൻ പോകുന്നത്? പറഞ്ഞതിൻ്റെ പകുതി കാശ് ശമ്പളമുണ്ടോ? പോട്ടെ, 1000 തികച്ചു കിട്ടുന്നുണ്ടോ? അതുപോലും ഉണ്ടോയെന്ന എൻ്റെ സംശയം. എന്നിട്ടും അവന് കൂട്ടുനിൽക്കുന്നത് കണ്ടില്ലേ? ഗൾഫിൽ പോയി ജോലി ചെയ്യേണ്ട പോലും വന്ന് ഇനി നീ പോയി ജോലി ചെയ്ത് അവന് ചിലവിന് കൊടുക്കേണ്ടി വരുമോ എന്നാ ഇപ്പോൾ എൻ്റെ പേടി. അതും പറഞ്ഞിട്ട് സരോജിനി അമ്മ തിരിഞ്ഞു നോക്കുന്നത് ശ്യാംസുന്ദറിൻ്റെ മുഖത്തേക്കാണ്. പേടി തട്ടിയാലെന്ന മട്ടിൽ അവർ ഒരേ നിൽപ്പ് നിന്നുപോയി. ശ്യാംസുന്ദറിൻ്റെ കണ്ണിൽ നിന്നും തീ പറക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ശ്രീലേഖയും കണ്ടു ശ്യാം വാതിലിനപ്പുറം നിൽക്കുന്നത്. മോൻ പോയില്ലായിരുന്നോ? അവർ വിക്കി ചോദിച്ചു. ശ്യാംസുന്ദർ അത് കേൾക്കാത്ത മട്ടിൽ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് തിരിച്ച് ഇറങ്ങിപ്പോയി. അമ്മ പറഞ്ഞതെല്ലാം ശ്യാമേട്ടൻ കേട്ട മട്ടുണ്ട്. ഒന്നും പ്രതികരിക്കാതെ പോയത് അതുകൊണ്ടാവും. ശ്രീലേഖ അവൻ പോയ വഴിയെ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. ഞാനറിഞ്ഞോ അവൻ വന്ന് ഇവിടെ എങ്ങാനും പമ്മി നിൽക്കുമെന്ന്?
കേട്ടാൽ തോന്നും അതും എൻ്റെ കുറ്റമാണെന്ന്. സരോജിനി അമ്മ ഇറച്ചിക്കറി വയ്ക്കാനുള്ള ജോലി ആരംഭിച്ചു. ഉച്ചയ്ക്ക് സുനിതയും ശ്രീകുട്ടനും ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയെങ്കിലും ശ്യാം സുന്ദർ മടങ്ങി വന്നില്ല. സുനിതയും ശ്രീകുട്ടനും ആഹാരം കഴിച്ചപ്പോൾ സരോജിനി അമ്മയും അവർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു. ശ്രീലേഖയാകട്ടെ ഭർത്താവ് തിരികെ എത്തുന്നതും കാത്തിരുന്നു. ശ്യാം സുന്ദർ തിരിച്ചെത്തുമ്പോൾ 4 മണി കഴിഞ്ഞു. തുടരും കഥയുടെ അടുത്ത ഭാഗം.